യാത്രകളിൽ പലപ്പോഴും മഴ ഒരു കൂട്ടിനെന്ന പോലെ എത്താറുണ്ട്. ചിലപ്പോഴൊക്കെ മഴയെ ശപിച്ചിട്ടുമുണ്ട്. മഴ കാരണം പല പ്ലാനിങ്ങുകളും വെള്ളത്തിലായിട്ടുണ്ട്. ഈ ഒരു കുഞ്ഞു ട്രിപ്പിന് വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. മഴ കാരണം ആദ്യത്തെ ശ്രമം പാളിപ്പോയി. ഇത് രണ്ടാമത്തെ തവണയാണ്. അന്നും ഇന്നും കൂട്ടിന് മഴയുണ്ട് കേട്ടോ. വെറും 200 രൂപയ്ക്ക് ട്രിവാൻഡ്രം മുഴുവൻ ചുറ്റിക്കാണാം, അതും ഡബിൾ ഡെക്കർ ബസ്സിൽ. എന്തായാലും ഇത്തവണയും ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. കൂട്ടിന് മഴയും ദേ പിന്നെ ഇവരുമുണ്ട്. സ്വാഗതം, മഴയും ഡബിൾ ഡെക്കറും. ഇതാണ് നമ്മുടെ ഡബിൾ ഡെക്കർ ബസ്. ഈസ്ഫോർഡ് നോർത്ത് ബസ് സ്റ്റാൻഡിലാണ് നമ്മുടെ ബസ് കിടക്കുന്നത്. കൃത്യം 4 മണിക്ക് തന്നെ നമ്മുടെ ബസ് എത്തി. ഞാൻ നേരത്തെ തന്നെ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു. അധിക നേരം ഞാൻ പുറത്ത് നിന്നില്ല, ബസ്സിനുള്ളിലേക്ക് കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡബിൾ ഡെക്കർ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. ഡ്രൈവർ ചേട്ടൻ സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് റെഡിയായി. യാത്രക്കാരെല്ലാം അവരവരുടെ സീറ്റ് ഉറപ്പിച്ചു. അധികം വൈകിയില്ല, യാത്ര ആരംഭിച്ചു. ഒരു ഓപ്പൺ ഡബിൾ ഡെക്കർ ആയതുകൊണ്ട് മുകളിലിരുന്നാൽ നമുക്ക് നല്ല വ്യൂ ആയിരിക്കും കിട്ടുക. മുകളിൽ സീറ്റിന് 200 രൂപയും താഴെ സീറ്റിന് 100 രൂപയാണ് കേട്ടോ. ഞാൻ എപ്പോഴും മുകളിലത്തെ സീറ്റായിരിക്കും പ്രിഫർ ചെയ്യുക. കാര്യം നിങ്ങൾക്കറിയാലോ, ഇത്രയും ഹൈറ്റിലിരുന്ന് ട്രിവാൻഡ്രം മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു റൈഡ് വേറെ ഉണ്ടാവില്ല. ഇനി റൈഡ് ബുക്ക് ചെയ്യാനാണെങ്കിൽ സിമ്പിളാണ്. KSRTCയുടെ ആപ്പിലൂടെ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. ഈസ്ഫോർട്ടിൽ നിന്ന് തുടങ്ങി പാളയം മ്യൂസിയം ഒക്കെ കറങ്ങി തിരിച്ച് പാളയം വഴി എയർപോർട്ടും ശംഖുമുഖവും ഒക്കെ ടച്ച് ചെയ്ത് ലുലുമോൾ MOT ഒക്കെ കണ്ട് തിരിച്ച് ഈസ്ഫോർട്ടിലെത്തും. ഏകദേശം 1.25 മണിക്കൂറാണ് കേട്ടോ യാത്രയുടെ സമയം. പോകുന്ന വഴിയുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് പ്ലേസും നമുക്ക് അനൗൺസ്മെൻറ്റിലൂടെ പറഞ്ഞു തരും. അത് കേട്ടപ്പോൾ ആണ് എന്നും കാണുന്ന പല സ്റ്റാച്യൂസിനും കെട്ടിടങ്ങൾക്കും ഇത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് മനസ്സിലായത്. പേര് പറഞ്ഞോ രണ്ടുപേരും? മറിയം ഹനൻ. മോന്റെ പേര് അബ്ദുള്ള. മോളുടെ പേര് മറിയം ഹനൻ. മറിയം ഹനൻ. മറിയം ഹനൻ. എത്രയല്ല പഠിക്കുന്നേ? 6 6 5 5 എങ്ങനെയുണ്ട് ട്രിപ്പ്? എങ്ങനെയുണ്ട്? അടിപൊളി. അടിപൊളിയാണോ? ചെറിയ ചാറ്റൽ മഴയും തണുത്ത കാറ്റും ഉണ്ടായിരുന്നു. ശരിക്കും മനസ്സൊന്ന് തണുത്തു. ഇതാണ് നമ്മുടെ പ്രസാദ് സർ. സാറിൻ്റെ ഗൈഡൻസിലാണ് നമ്മൾ ഈ യാത്ര പോകുന്നത്. ശരിക്കും എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം സാറിൻ്റെ പെരുമാറ്റം തന്നെയാണ് കേട്ടോ. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു തരികയും തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ സേഫ്റ്റി നോക്കി നിൽക്കുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. റോഡിലേക്ക് ചായഞ്ഞു കിടക്കുന്ന മാവിൽ നിന്ന് ഒരു മാങ്ങ പൊട്ടിക്കാൻ കൊതിയുണ്ടായെങ്കിലും നടന്നില്ല. പിന്നെ മുകളിൽ നിൽക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക, കാരണം ഇതുപോലെ മരച്ചില്ലകളും ലൈറ്റുകളും കേബിൾ വയറും ഒക്കെ ഉണ്ടാകും. വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും എൻ്റെ ശ്രദ്ധ മാറിയിരുന്നു. അപ്പോഴൊക്കെ കൃത്യമായി പ്രസാദ് സാർ വാർണിംഗ് തന്നിരുന്നു കേട്ടോ. കുറച്ചു കഴിഞ്ഞപ്പോൾ ട്രിപ്പിൻ്റെ മൂഡ് തന്നെ മാറി. പാട്ടും ഡാൻസും തുടങ്ങി. സീറ്റിലിരിക്കാതെ ഓരോരുത്തരായി എഴുന്നേൽക്കാൻ തുടങ്ങി. ദേ ഈ കുട്ടിക്കുറുമ്പി നല്ല ആക്റ്റീവായിരുന്നു കേട്ടോ. യാത്ര ചെയ്തതിൽ ട്രിവാൻഡ്രം ഉള്ളത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചു നേരം ഡ്രൈവർ ചേട്ടനോട് സംസാരിച്ചിരുന്നു. എന്നിട്ട് നേരെ മുകളിലേക്ക് പോയി. മഴ ചതിക്കുമോ എന്ന് തോന്നിയെങ്കിലും ചതിച്ചില്ല. ഞാൻ പറഞ്ഞില്ലേ, ഇത് 2ാം തവണയാണ് ഞാൻ വരുന്നത്. ആദ്യത്തെ തവണ മഴ കാരണം കൃത്യസമയത്ത് എത്താൻ കഴിഞ്ഞിരുന്നില്ല. മഴ നനയാൻ ഇഷ്ടമാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ സാധിക്കില്ല. പിന്നെ താഴേക്ക് പോകേണ്ടി വരും. സിറ്റി റൈഡിൻ്റെ സർവീസ് 3 മണി മുതലാണ് കേട്ടോ തുടങ്ങുന്നത്. രാത്രി 10 മണി വരെ ഉണ്ട്. നൈറ്റ് റൈഡ് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ഈ ട്രിപ്പിന് വരുന്നുണ്ടെങ്കിൽ ഞാനൊരു 5 മണി ചൂസ് ചെയ്യാൻ പറയും. കാരണം നമുക്ക് ഡേ ലൈഫിലെ കാഴ്ചകളും നൈറ്റ് ലൈഫിലെ കാഴ്ചകളും കാണാൻ സാധിക്കും. ഞാൻ ഈ റൂട്ടിലൂടെ എപ്പോഴും യാത്ര ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇത്രയും ടോപ്പിൽ നിന്ന് കാണുമ്പോൾ വേറെ ലെവൽ എക്സ്പീരിയൻസ് ആണ്. ആക്കുളം പാലത്തിൽ നിന്ന് കാണുന്ന വ്യൂ ആണ് കേട്ടോ. ഒരു രക്ഷയില്ല. ശരിക്കും കുറച്ചു നേരം ഞാൻ അങ്ങനെ നോക്കി നിന്ന് പോയി. ബസ്സിൽ പാട്ടൊക്കെ ഇട്ട് വണ്ടി അത്യാവശ്യം സ്പീഡിൽ പോയിക്കൊണ്ടേയിരുന്നു. ഇടയ്ക്ക് മരച്ചില്ലയിൽ നിന്നും ഇതുപോലെ കുറച്ച് മഴത്തുള്ളികളൊക്കെ വീഴും. അതൊരു രസമാണ്. നിങ്ങൾ ഈ ട്രിപ്പിന് വരുന്നുണ്ടെങ്കിൽ ഞാൻ മഴയത്ത് വരാൻ പറയും. കാരണം ഇത്രയും ടോപ്പ് വ്യൂവിലിരുന്ന് നമ്മൾ മഴയൊക്കെ കൊണ്ട് ഈ കാഴ്ചകളൊക്കെ കാണാൻ പൊളിയാണ് കേട്ടോ. ക്യാമറ നനയാൻ പാടില്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ എനിക്ക് റെസ്ട്രിക്ഷൻസ് വയ്ക്കുന്നത്. എന്തായാലും ഞാൻ ഒരു തവണ കൂടി വരും. അത് മഴയുള്ള സമയമാകട്ടെ.
സമയവും കാലാവസ്ഥയും ഒക്കെ നോക്കി വന്നാൽ ശരിക്കും ഈ 1.5 മണിക്കൂർ നിങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയി മാറും കേട്ടോ. വണ്ടി അങ്ങനെ എയർപോർട്ട് റോഡിൽ നിന്ന് കയറി അവിടുന്ന് ശംഖുമുഖത്തെത്തി. പോകുന്ന വഴി എയർപോർട്ട് റോഡിൻ്റെ മനോഹരമായ വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. വീണ് കിട്ടിയ സൗഭാഗ്യം എന്നോണം നല്ലൊരു ലാൻഡിങ്ങും കാണാൻ സാധിച്ചു. നമുക്ക് നല്ലൊരു യാത്രാനുഭവം സമ്മാനിക്കാൻ പ്രസാദ് സാർ കൂടെ ഉണ്ടായിരുന്നു. ലാൻഡിംഗ് കാണാനായി വണ്ടി നിർത്താൻ സാധിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് മറുവശത്തേക്ക് പോയി കൃത്യമായി ലാൻഡിംഗ് കാണാൻ പറ്റുന്ന രീതിയിൽ വണ്ടി ഓടിച്ചു. വിമാനം ലാൻഡ് ചെയ്യുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ശരിക്കും അടുത്ത് കാണാൻ സാധിച്ചില്ല കേട്ടോ. 1.5 മണിക്കൂർ പോയതറിഞ്ഞില്ല. നമ്മൾ തിരിച്ച് ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നു. ഞാൻ പറയാതെ പോയ ഒരു കാര്യമുണ്ട്. ബസ്സിലെ യാത്രക്കാർ പല ജില്ലകളിൽ നിന്ന് വന്നവർ എല്ലാവരും ഒരുപോലെ ട്രിപ്പ് ആസ്വദിച്ചു. വീഡിയോ എടുക്കാൻ അവരെല്ലാം സഹകരിച്ചു കേട്ടോ. അങ്ങനെ പോകാൻ നേരം ഞാൻ ചോദിച്ചു, നമുക്കൊരു ഫോട്ടോ എടുത്താലോ? ആവേശത്തോടെ എല്ലാവരും ഒരുമിച്ചു. നിങ്ങളെ ഞാൻ മറക്കില്ല കേട്ടോ. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. പടികളിറങ്ങി എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ശേഷം സ്ക്രീനിൽ എല്ലാവരും ഒന്ന് എനർജിയിലൊന്നൊന്ന് ഹായ് എന്തെങ്കിലും കാണിച്ചേ. വരട്ടെ പോരട്ടെ.